യൗവനം വർണ്ണങ്ങളുടേതാണ്. നിറങ്ങൾ യുവത്വത്തിൻ്റെ സ്വപ്നങ്ങളെയും ആവേശത്തെയും ഊഷ്മളതയെയും ഊർജ്ജസ്വലതയെയും കുറിക്കുന്നു. ഇതാ ഇടുക്കിയിൽ ഒരു യുവാവ് ചെറുപ്പത്തിൻ്റെ നിറച്ചാർത്തുമായി മലനിരകളെയും ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും ഇളക്കിമറിച്ചുകൊണ്ട് കടന്നുവരുന്നു. ഡീൻ കുര്യാക്കോസ്, കേരള യുവതയുടെ ഉജ്ജ്വല പ്രതീകം. ഡീൻ ഇടുക്കിയുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും ത്രസിപ്പിക്കുന്നു. ഇവിടുത്തെ കർഷകർക്കും സാധാരണക്കാർക്കും ചെറുപ്പക്കാർക്കും പുതിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നു. ഡീൻ, പ്രിയ ഡീൻ. യൗവനത്തിൻ്റെ ഉജ്ജ്വല സൗന്ദര്യവും മനോഹാരിതയുമാണ് ഇടുക്കിക്ക്. നിബിഡ വനങ്ങളും ജലാശയങ്ങളും പച്ചയുടുത്ത കുന്നുകളും പുഴകളും വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളും ജലവൈദ്യുതി നിലയവും ഇടുക്കിയെ ഒരു വ്യത്യസ്ത അനുഭവമാക്കി മാറ്റുന്നു. ഈ യൗവന തീക്ഷ്ണതയ്ക്ക് അനുപേക്ഷണീയമായ പൊതു നേതൃത്വം നൽകാനാണ് ഇന്ത്യൻ ജനത ചോരചിന്തിയും സംരക്ഷിച്ചെടുത്ത മൂവർണ്ണ കൊടിയേന്തി ഊർജത്തിൻ്റെയും പ്രസരിപ്പിൻ്റെയും വറ്റാത്ത സ്രോതസ്സായി ഡീൻ വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പൊതുയുവത്വം കൈവരിക്കുകയാണ് ഇന്ത്യ. രാജ്യം പുത്തൻ പ്രതീക്ഷയോടെ രാഹുലിനെ ഉറ്റുനോക്കുന്നു. രാഹുലിന് ഇന്ത്യയെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. വികസനത്തെ തുരങ്കം വയ്ക്കുന്ന അഴിമതി തൂത്തെറിയാൻ പ്രതിജ്ഞാബദ്ധമാണ് രാഹുലിൻ്റെ നേതൃത്വം. ലോകം മാറുന്നതിനൊപ്പം രാജ്യം മാറണം. സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് മാനുഷിക മുഖവും വേണമെന്ന പക്ഷക്കാരനാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങളുടെ കടിഞ്ഞാൺ പിടിക്കാൻ തയ്യാറെടുക്കുന്ന യുവസംഘത്തിൻ്റെ മുന്നണി തേരാളികളിൽ ഒരാളാണ് ഡീൻ. നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും അധികം ചെറുപ്പക്കാരുള്ള ഒരു മഹാരാജ്യമാണ്. യുവാക്കളുടെ പ്രതീക്ഷകൾക്ക് സാക്ഷാത്കാരമേകുവാൻ, യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ്, ഏത് മുന്നണിക്കാണ് കഴിയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഐക്യ പുരോഗമന സഖ്യ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയാണ് ഉണ്ടാവേണ്ടത് എന്നും കേരളത്തിൽ അതിൻ്റെ ഭാഗമായി ഐക്യ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചു വരേണ്ടത് എന്നും ഏവരും മനസ്സിലാക്കുന്ന, ഏവരും അംഗീകരിക്കുന്ന നിർണായകമായ സത്യമാണ്. KSUവിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ അമരത്തെത്തിയ നേതാവാണ് ഡീൻ കുര്യാക്കോസ്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ചാണ് KSUവിലെത്തിയത്. ന്യൂമാനിൽ യൂണിറ്റ് സെക്രട്ടറിയായി. 2004 KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, 2007 വൈസ് പ്രസിഡന്റ്, 2009 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി, 2013 ജൂൺ മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. 25 കിലോമീറ്റർ നടന്ന് വനാന്തർഭാഗത്തുള്ള ഇടമലക്കുടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റ് സ്ഥാപിച്ചയാളാണ് ഡീൻ. സമരമുഖങ്ങളിൽ അചഞ്ചലനായി നിന്നു. ഇടുക്കി ജില്ലയിലും പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സ്വന്തമായ മുദ്ര പതിപ്പിച്ചു. ഡീൻ എന്നൊരു യുവനക്ഷത്രം നാടുണർത്തി വരുന്നുണ്ടേ, ആയിരം അഭിവാദ്യങ്ങൾ വാങ്ങി വരുന്നുണ്ടേ. ആശംസകളേകാം, നമുക്ക് ആശംസകളേകാം, വിജയത്തോടുകൂടി കയറി വരാനായി ആശംസകളേകാം, ആശംസകളേകാം, ആശംസകളേകാം. യുവത്വലോകത്തിന്റെ മനസ്സ് കീഴടക്കിയ നേതാവേ, സമത്വഭാവന കൈമുതലാക്കി വളർന്നിടുന്നൊരു നേതാവേ, ഡീൻ കുര്യാക്കോസേ. ഓരോ ചുവടും കാലിടരാതെ പോകൂ മുന്നോട്ട്, ഓരോ ചുവടും കാലിടരാതെ പോകൂ മുന്നോട്ട്. ആശംസകളുണ്ട്, നാടിൻ പ്രാർത്ഥനയും ഉണ്ട്. ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന യുവ കേരള യാത്ര കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ആവേശത്തിരയിളക്കമുണ്ടാക്കി. മതേതര യുവത്വം, അക്രമരഹിത സമൂഹം എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തെ ചലിപ്പിച്ചത്. യുവലോകമാകെ ഉണരുന്നു ആത്മബലമോടനന്ത പടഹമാ.
പദയാത്രയായി പടയാത്രയായി യുവശക്തിയായി വരുന്നിതാ തിരയാപ്പുമാടി തന്ത്രവുമായി പതരാത്ത ലക്ഷ്യത്തിൻ ചുവടുമായി രാഹുൽ ഗാന്ധി യാത്രയിൽ അണിചേരാനെത്തിയതോടെ ആവേശം ആകാശത്തോളം ഉയർന്നു. ഡീൻ കുര്യാക്കോസിന്റെ നേതൃപാടവത്തിന്റെ ഒന്നാന്തരം ഉദാഹരണമായി യുവകേരള യാത്ര. അംഗീകാരത്തിന്റെ ഹൃദയമുദ്ര തേടി ഡീൻ നമ്മുടെ മുന്നിലെത്തുന്ന ഈ തെരഞ്ഞെടുപ്പിന് നിർണായക പ്രാധാന്യമുണ്ട്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് മറുപടി നൽകാനും മതരാഷ്ട്രീയത്തിന്റെ വർഗീയ മുന്നേറ്റത്തെ തടയാനുമുള്ള പോരാട്ടമാണിത്. ഗുജറാത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയുടെ അഭിമാനമായി മതനിരപേക്ഷത സംരക്ഷിച്ചു നിർത്താൻ കോൺഗ്രസ് പൈതൃകത്തിനേ കഴിയൂ. ആ മഹാപൈതൃകത്തിന്റെ കണ്ണിയായി രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള പോരാട്ടത്തിന്റെ മുൻനിരക്കാരനായാണ് ഡീൻ വരുന്നത്. ഇന്ത്യ എന്ന നാടിനെ തൊട്ടറിഞ്ഞ ധീരമഹാത്മാക്കളെ, നിങ്ങൾ പോയ വഴിയിലൂടെ പോയിടുന്ന ഞങ്ങളെ ഒന്നു തൊട്ടനുഗ്രഹിക്കണേ. നിങ്ങൾ തന്ന മൂവന്നക്കൊടി കീഴിലായി ഞങ്ങൾ സംഘടിച്ചിടും, ഒന്നുപോലെ കാത്തു സൂക്ഷിച്ചിടും. അതിവേഗ വികസന മന്ത്രമുയർത്തി അലകൾ തീർക്കും കേരള ഭരണം. അതിവേഗ വികസന മന്ത്രമുയർത്തി അലകൾ തീർക്കും കേരള ഭരണം. അമരത്തെന്നും UDF-ൻ ജനഹിത നയമത്. അമരത്തെന്നും UDF-ൻ ജനഹിത നയമത്. ജനഹൃദയങ്ങളിൽ ആവാഹിക്കാൻ അണിയണിയായി നാം ചേരേണം. ജനഹൃദയങ്ങളിൽ ആവാഹിക്കാൻ അണിയണിയായി നാം ചേരേണം. UDF സർക്കാരിന്റെ തുടക്കം തന്നെ 1 രൂപയ്ക്ക് 1 കിലോ അരി നൽകിക്കൊണ്ടായിരുന്നു. സാർവദേശീയ അംഗീകാരം നേടിയ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തി. 14 ജില്ലകളിൽ നിന്ന് 3.19 ലക്ഷം പരാതികൾ, 44 കോടി രൂപയുടെ സഹായം. ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ജനസമ്പർക്ക പരിപാടിയെ തേടിയെത്തി. മാണിസാറിന്റെ കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി അനുസരിച്ച് 2500 രോഗികൾക്ക് 250 കോടി രൂപയുടെ ചികിത്സാ സഹായം. ഭൂരഹിതരായ എല്ലാ കുടുംബങ്ങൾക്കും 3 സെന്റ് വീതം നൽകുന്ന ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ക്ഷേമ പെൻഷനുകളും 500 രൂപയായി വർദ്ധിപ്പിച്ചു. സ്ത്രീരക്ഷയ്ക്ക് നിർഭയ പദ്ധതി. കൊച്ചി നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന കൊച്ചി മെട്രോയുടെ പണി അതിവേഗം പുരോഗമിക്കുന്നു. സ്മാർട്ട് സിറ്റി മുന്നേറ്റത്തിന്റെ പാതയിലാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി കിട്ടി. കണ്ണൂർ വിമാനത്താവളത്തിന് തറക്കല്ലിട്ടു. വിദ്യാർത്ഥികൾക്കായി സ്റ്റാർട്ടപ്പ് വില്ലേജ് തുടങ്ങി. സമഗ്ര പൊതുജനാരോഗ്യം ലക്ഷ്യമിടുന്ന ആരോഗ്യ കിരണം പദ്ധതിക്ക് സോണിയാഗാന്ധി തുടക്കമിട്ടു. ഈ പുരോഗതിയും വളർച്ചയുമാണ് കേരളത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനത്തിനുള്ള ഇന്ത്യ ടുഡേ അവാർഡ് നേടിക്കൊടുത്തത്. കഴിഞ്ഞ 10 വർഷത്തെ UPA സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ഭക്ഷണം ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. ആ അവകാശത്തിന് നിയമസാധുത നൽകിയത് UPA സർക്കാരാണ്. ലോകം അത്ഭുതത്തോടെ നോക്കി നിന്ന ഭക്ഷ്യസുരക്ഷാ നിയമം. ഇന്ത്യയിലെ 82 കോടി സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഈണവും താളവും മാറ്റിയ വിപ്ലവകരമായ നിയമം. കിലോയ്ക്ക് 3 രൂപയ്ക്ക് അരിയും 2 രൂപയ്ക്ക് ഗോതമ്പും 1 രൂപയ്ക്ക് മറ്റ് ധാന്യങ്ങളും പ്രതിമാസം 5 കിലോ വീതം അവകാശമാക്കി ഉറപ്പിച്ചു. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും സൗജന്യ ഭക്ഷണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമജീവിതത്തെ പാടെ മാറ്റി. ഈ പദ്ധതി പ്രകാരം 2012-13 കേരളത്തിൽ മാത്രം 836 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു. 1415 കോടി രൂപ ചെലവാക്കി. എല്ലാ അർത്ഥത്തിലും സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ തികഞ്ഞ വിജയമായിരുന്നു
കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് കാണാനിടയായത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസാക്കിയ ദേശീയ വിവരാവകാശ നിയമവും അതുപോലെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമടക്കം അവസാനം ജൻ ലോക്പാൽ നിയമവും ഭക്ഷ്യസുരക്ഷാ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നിയമവും തോട്ടിപ്പണിക്കാർക്കും അതുപോലെ വഴിയോര കച്ചവടക്കാർക്കും സംരക്ഷണം ഏർപ്പെടുത്തുന്ന നിയമനിർമ്മാണവുമെല്ലാം നമ്മുടെ രാജ്യത്തുണ്ടായത് ഐക്യ പുരോഗമന സഖ്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്, ഉറച്ച തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ്. കഴിഞ്ഞ 5 വർഷം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ വികസനത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി കൂടിയാണ് ഡീൻ വോട്ട് ചോദിക്കുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് ആശങ്ക സൃഷ്ടിച്ചപ്പോൾ UDFും ഉമ്മൻചാണ്ടി സർക്കാരും കർഷകരോട് ചേർന്ന് നിന്നതും അവരോട് പ്രതിബദ്ധത കാട്ടിയതും ഇടുക്കി മനസ്സിലാക്കുന്നു. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിന് പകരമുണ്ടായ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലും കർഷക വിരുദ്ധ ശുപാർശയുണ്ടെന്ന് മനസ്സിലായപ്പോൾ പരിഹാര നിർദ്ദേശത്തിന് കേരളം ഉമ്മൻ കമ്മീഷനെ നിയോഗിച്ചു. കർഷക താൽപ്പര്യം സംരക്ഷിക്കാൻ ഉതകുന്ന റിപ്പോർട്ടായിരുന്നു അവരുടേത്. റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. അത് ഉൾപ്പെടുത്തി പുതിയ വിജ്ഞാപനം ഉണ്ടാകുമെന്ന് ഉമ്മൻചാണ്ടി കേരളത്തിന് വാക്ക് നൽകി. കോൺഗ്രസും കേരള കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും തോളോട് തോൾ ചേർന്ന് നിന്ന് അതിനായി സമ്മർദ്ദം ചെലുത്തി. ഡൽഹിയിൽ AK ആന്റണിയും വയലാർ രവിയും മറ്റും ഇടപെട്ടു. ഒടുവിൽ കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിജ്ഞാപനമിറങ്ങി. കൃഷിയിടങ്ങളെയോ ജനവാസ കേന്ദ്രങ്ങളെയോ റിപ്പോർട്ട് ദോഷമായി ബാധിക്കില്ലെന്ന് വ്യക്തമായി. ഇപ്പോൾ കർഷകർ മനസ്സിലാക്കുന്നു, എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകളെയും അവർ തിരിച്ചറിയുന്നു. കസ്തൂരി രംഗൻ പ്രശ്നത്തിൽ വലിയ വിവാദമുണ്ടായപ്പോഴും ജനങ്ങൾക്ക് ആശങ്ക ഉളവാകുന്ന ഒട്ടേറെ പ്രചരണങ്ങളുണ്ടായപ്പോഴും ആ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കാതെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരമേർപ്പെടുത്തിയത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലങ്ങളും അതുപോലെ വാസയോഗ്യമായ മറ്റു പ്രദേശങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ESIയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിജ്ഞാപനത്തിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള മുഴുവൻ വിവാദ വിഷയങ്ങളും അവിടെ അവസാനിക്കുകയും അവിടെ എല്ലാ അർത്ഥത്തിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിബദ്ധത നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പൊതു സ്വീകാര്യതയാണ് ഡീനിനെ അജയ്യനാക്കുന്നത്. നാടിളക്കി വരികയാണ് ഇടുക്കിയുടെ പ്രിയപുത്രൻ. യൂത്ത് കോൺഗ്രസിന്റെ കിരീടം ശിരസിൽ ചൂടിയ നേതാവേ, സത്യം നീതി ഇവയ്ക്കായി ശബ്ദം ഉയർത്തിടുന്നൊരു നേതാവേ. യൂത്ത് കോൺഗ്രസിന്റെ കിരീടം ശിരസിൽ ചൂടിയ നേതാവേ, സത്യം നീതി ഇവയ്ക്കായി ശബ്ദം ഉയർത്തിടുന്നൊരു നേതാവേ. ഡീൻ കുര്യാക്കോസേ, കാലം നിന്നെ വിജയത്തിന്റെ പടികളിലെത്തിക്കും. കാലം നിന്നെ വിജയത്തിന്റെ പടികളിലെത്തിക്കും. ആശംസകളുണ്ട്, നാടിൻ പ്രാർത്ഥനയും ഉണ്ട്. ആശംസകളുണ്ട്, നാടിൻ പ്രാർത്ഥനയും ഉണ്ട്. ഡീൻ എന്നൊരു യുവനക്ഷത്രം നാടുണർത്തി വരുന്നുണ്ടേ. 1000 അഭിവാദ്യങ്ങൾ വാങ്ങി വരുന്നുണ്ടേ. ആശംസകളേകാം, നമുക്ക് ആശംസകളേകാം. വിജയത്തോടുകൂടി കയറി വരാനായി ആശംസകളേകാം.
ആശംസകളേകാം. ഡീൻ ചെറുപ്പക്കാർക്ക് മണിമുത്താണ്. ചോരയും ജീവനും കൊടുത്ത് ഡീനിനെ വിജയിപ്പിക്കുമെന്ന് ഇടുക്കിയുടെ യുവത്വം പ്രതിജ്ഞയെടുക്കുന്നു. അമ്മമാരടക്കമുള്ള മുതിർന്നവർ തങ്ങളുടെ ഇളംമുറക്കാരന്റെ മേൽ വാത്സല്യം കോരിച്ചൊരിയുന്നു. ഇടുക്കി ഒന്നിച്ച് ഒരേ സ്വരത്തിൽ പറയുന്നു, ഡീൻ, പ്രിയപ്പെട്ട ഡീൻ. ഇന്ത്യൻ ജനതയെ വിഭജിച്ച് നിർത്താനുള്ള നീക്കങ്ങൾക്കെതിരായ കോൺഗ്രസിന്റെ പോരാട്ടത്തിൽ ഞങ്ങൾ കോൺഗ്രസിനൊപ്പം, ഡീനിനൊപ്പം. അതെ, വിഭജനമല്ല, യോജിപ്പിക്കലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഇന്ത്യയെ ഒരു ചരടിൽ കോർത്തിണക്കുന്നു ഈ കോൺഗ്രസ് വികാരം. ഗാന്ധിജിയുടെ സഹന സമരം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. വിമോചനത്തിന്റെ കരുത്തുമായി പുതിയ പൊൻപുലരിയിലേക്ക് ഇന്ത്യ കാൽവെച്ചു. പക്ഷെ അതിൽ കരിനിഴൽ വീഴ്ത്തി ബാപ്പുജിയുടെ മേൽ വർഗീയതയുടെ ആദ്യ വെടിപൊട്ടി. ആ അണയാ ദുഃഖത്തിൽ നിന്ന് നെഹ്റുവിന്റെ വിരൽത്തുമ്പിൽ പിടിച്ച് ഇന്ത്യ പിച്ചവെച്ചു. ലോകശക്തികളിൽ ഒന്നായി ഇന്ദിരാഗാന്ധി ഇന്ത്യയെ വളർത്തി. പുതുനൂറ്റാണ്ടിന്റെ പരമപ്രധാനമായ ഇടത്തേക്ക് ഇന്ത്യ കടന്നു വന്നത് പ്രിയങ്കരനായ രാജീവ് ഗാന്ധിക്കൊപ്പമാണ്. ഇന്ത്യക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരമ്മയും മകനും. ആ ബലിദാനം ഇന്ത്യ മറക്കില്ല, ഒരിക്കലും. ആ ചിതയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ സോണിയാഗാന്ധിയുടെ ഉദയം. ഒപ്പം യുവജനതയുടെ ആശയും ആവേശവുമായി രാഹുൽ ഗാന്ധിയും. ജാതി മത വർഗ വിദ്വേഷങ്ങൾ ഇളക്കിവിട്ട് ഇന്ത്യയെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ ആർക്ക് തടയാനാകും? നമ്മൾ മജ്ജയും മാംസവും കൊടുത്തു വളർത്തി വലുതാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനല്ലാതെ. ചരിത്രം ആ കഥകൾ എത്രയെത്ര പറഞ്ഞതാണ്. ഈ വോട്ട് രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കും നിലനിൽപ്പിനും മതനിരപേക്ഷതയ്ക്കുമുള്ള വോട്ടാണ്. വിഭജന രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും തിരസ്കരിക്കാനുള്ളതാണ്. UPA സർക്കാരിൻ്റെയും UDF സർക്കാരിൻ്റെയും വികസന നേട്ടങ്ങൾക്കുള്ള അംഗീകാരമാണ്. ഡീനിൻ്റെ വിജയം ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യൻ യുവത്വത്തിൻ്റെയും വിജയം കൂടിയാകുന്നു. യുവാക്കളുടെ പ്രതീക്ഷകളനുസരിച്ച് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട വികസനങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹിക പരിഷ്കരണ പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിത സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി സർവോപരി ജനപക്ഷ നിലപാടിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി അനുവർത്തിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഓട്ടഭ്യർത്ഥിക്കുകയാണ്. എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ ഡീൻ കുര്യാക്കോസ് കേരളത്തിലെ യുവത്വത്തിൻ്റെ പ്രതീകമാണ്. ഇന്ത്യയുടെ യുവത്വത്തിൻ്റെ പ്രതീകമായ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൽ കേരളത്തിലെ യുവാക്കളുടെ
പ്രതിനിധിയായി ശ്രീ ഡീൻ കുര്യാക്കോസിനെ നിങ്ങൾ ഡൽഹിക്ക് അയക്കണം, വലിയ ഭൂരിപക്ഷത്തോടുകൂടി അയക്കണം. കേരളത്തിലെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി നൽകാൻ ശ്രീ ഡീൻ കുര്യാക്കോസിനെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, 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 ജയ്